ഹലോ, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ക്ലാസ്സിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് 1ലെ ആദ്യത്തെ 2 ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. പാർട്ട് 1ൽ ആകെയുള്ളത് 6 ചാപ്റ്റേഴ്സാണ്. അതിൽ 3ഉം 4ഉം നമ്മുടെ കുടുംബവും പിന്നെ കരുതലോടെ ചെലവിടാം. അതിനകത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് 1, 2 പിന്നെ 5, 6 അങ്ങനെ 2 വീഡിയോസായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ പേജിൽ നമുക്ക് ആവശ്യമില്ല ചരിത്രത്തിലേക്ക് എന്നുള്ള ഹെഡിങ്ങും വിദ്യാലയത്തിൻ്റെ ചിത്രവും കൊടുത്തിട്ട് കുട്ടികൾക്ക് എങ്ങനെ ആ വിദ്യാലയത്തിൻ്റെ ചരിത്രം തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 3ാമത്തെ പേജിലേക്ക് പോകാം. 3ാമത്തെ പേജിൽ തെളിവുകൾ തേടുമ്പോൾ എന്നുള്ള ഹെഡിങ്ങിൻ്റെ അടിയിലാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. എന്താണ് ചരിത്രമെന്നും എന്താണ് ചരിത്രാതീത കാലമെന്നും. അതായത് ഒരു രാജ്യത്തിനായാലും കുടുംബത്തിനായാലും ഗ്രാമത്തിനായാലും ഒക്കെ ചരിത്രമുണ്ടാകും. അപ്പോൾ ഓരോ കാലത്തും മനുഷ്യരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, തൊഴിൽ, ഭരണരീതി ഇവയൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മളിത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യർ കൈവരിച്ച പുരോഗതി തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. ഓരോ കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ വ്യത്യാസമായിരിക്കും, അവരുടെ ജീവിത രീതി, തൊഴിൽ എല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ചരിത്രാതീത കാലം എന്താണെന്നാണ്. അതായത് ഈ എഴുതപ്പെട്ട രേഖകളില്ലാത്ത കാലഘട്ടത്തെയാണ് ചരിത്രാതീത കാലം എന്ന് പറയുന്നത്. അതായത് പുരാതന ശിലായുഗത്തിലൊക്കെ മനുഷ്യർ ആശയവിനിമയം നടത്തിയിരുന്നത് മരങ്ങളിലൊക്കെ ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ ആ കാലഘട്ടങ്ങളിലെ മനുഷ്യരെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിച്ചിട്ടുള്ളത് അവരുപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ ആകൃതിയും ഒക്കെ കണക്കിലെടുത്താണ് നമ്മൾ ആ കാലഘട്ടങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലമാണ് ചരിത്രാതീത കാലം എന്നറിയപ്പെടുന്നത്. അന്നത്തെ മനുഷ്യൻ നിർമ്മിച്ചതും ഉപയോഗിച്ചതുമായ വസ്തുക്കളുടെ ശേഷിപ്പുകൾ, ആ ശേഷിപ്പുകളാണ് നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത്. ഇനി അടുത്ത പേജിൽ കല്ലുകളുടെ പടം കൊടുത്തിട്ടുണ്ട്. ഭീംബേട്ക ഗുഹാചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. കല്ലുകൾ പലതരം കല്ലുകളുണ്ട്. ചിലത് പരുക്കനാണ്, ചിലത് പരന്നതാണ്, ചിലത് കൂർത്തതാണ്. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലെയും മനുഷ്യർ ഓരോ രീതിയിലുള്ള കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. കല്ലുകളാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ആയുധം. അപ്പോൾ അത് ചെത്തിക്കൂർപ്പിച്ച് ഉപയോഗിച്ചു, മിനുസപ്പെടുത്തി ഉപയോഗിച്ചോ എന്നുള്ളതൊക്കെ അനുസരിച്ചാണ് ഓരോ കാലഘട്ടം നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് ഭീംബേട്ക ഗുഹാചിത്രങ്ങളെക്കുറിച്ചാണ്. അത് മധ്യപ്രദേശിലാണ് ഈ ഭീംബേട്ക ഗുഹാചിത്രങ്ങളുള്ളത്. അതൊരു യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റാണ്. 2003 അതിനെ യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചത്. ആർക്കിയോളജിക്കൽ സർവേയുടെ കൈവശമായിരുന്നു അത്. അപ്പോൾ അതിനകത്ത് ധാരാളം ഈ പുരാതന ശിലായുഗ മനുഷ്യർ പല നിറങ്ങളിലായിട്ട് ചിത്രങ്ങൾ രചിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രരചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അന്നത്തെ മനുഷ്യരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നുവെന്ന്. അപ്പോൾ ഭീംബേട്ക ഗുഹാചിത്രങ്ങൾ മധ്യപ്രദേശിലാണ് യുനെസ്കോ സൈറ്റ് ആയത് 2003 എന്ന് അവിടെ ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത പേജിൽ താളിയോലകൾ, നാണയങ്ങൾ, പുസ്തകങ്ങൾ, ശിലാലിഖിതങ്ങളെക്കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചരിത്രാതീത കാലത്ത് നിന്ന് ലഭിക്കുന്ന ഈ പോലെയുള്ള ശിലകൾ, പിന്നെ മറ്റുള്ള ശേഷിപ്പുകൾ, അവയോടൊപ്പം നമ്മെ ചരിത്രം പഠിക്കുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന പുസ്തകങ്ങൾ, നാണയങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ തുടങ്ങിയവ. അപ്പോൾ എഴുതപ്പെട്ട രേഖകളുള്ള കാലത്തെ ചരിത്രകാലമെന്നും എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലത്തെ നമ്മൾ ചരിത്രാതീത കാലമെന്നും വിളിക്കുന്നു. അത്രയും കാര്യം മാത്രം അവിടെ ഓർക്കുക. പിന്നെ അടുത്തതിനും മ്യൂസിയത്തെക്കുറിച്ചാണ്. ശേഷിപ്പുകൾ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നതെന്നാണ്. ഇങ്ങനെ ലഭിക്കുന്ന ശേഷിപ്പുകൾ നമ്മൾ മ്യൂസിയത്തിൽ വെച്ചിട്ടാണ് സംരക്ഷിക്കുന്നത്. മനുഷ്യർ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ അവയുടെ ശേഷിപ്പുകളോ ആണ് ഈ മ്യൂസിയത്തിൽ വയ്ക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നത് കൊണ്ടാണ് അവ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഈ വസ്തുക്കളല്ലാതെ കോട്ടകൾ, കെട്ടിടങ്ങൾ, സ്മാരകങ്ങൾ തുടങ്ങിയവയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇതെല്ലാം സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ഈ ചിത്രം പാലക്കാട് കോട്ടയുടെ ചിത്രമാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നു കോട്ടയ്ക്ക് 200 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പാലക്കാട് കോട്ട പണിതത് ആരാണ്? ഹൈദരലിയാണ് കേട്ടോ. ടിപ്പു സുൽത്താൻ്റെ പിതാവായ ഹൈദരലിയാണ് പാലക്കാട് കോട്ട പണിതത്. ടിപ്പുവിൻ്റെ കോട്ട എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1766 ഹൈദരലി ഈ കോട്ട പണി കഴിപ്പിച്ചത്. അത്രയും കാര്യം ഓർത്തു വയ്ക്കാം. അടുത്ത പേജിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അതിൽ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് കൂടക്കല്ലാണ്. ഇത് മൂന്നും ഈ തന്നിരിക്കുന്ന ചിത്രങ്ങൾ മൂന്നും, ആദ്യത്തേത് കൂടക്കല്ല്, രണ്ടാമത്തേത് മുനിയറ,
മൂന്നാമത്തേത് നന്നങ്ങാടിയാണ്. ഇവ മൂന്നും മഹാശിലായിക അവശിഷ്ടങ്ങളാണ്. മഹാശിലായിക കാലഘട്ടത്തിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്ന രീതി, അടക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്ന മൂന്ന്. ഏതൊക്കെ? കൂടക്കല്ലായാലും മുനിയറകളായാലും നന്നങ്ങാടികളായാലും. ഇതിൽ കൂടക്കല്ല് എന്ന് പറയുന്നത് കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേരമനങ്ങാട്, അരിയന്നൂർ പ്രദേശങ്ങളിലാണ്. ഏതൊക്കെയാണ്? ചേരമനങ്ങാട്, അരിയന്നൂർ, കൂടക്കല്ല് കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ. ഇതിന് മറ്റൊരു പേരുണ്ട്, തൊപ്പിക്കല്ലെന്നും പറയും. പിന്നെ അതുപോലെ തന്നെ മുനിയറകൾ കൂടുതലായിട്ട് ഇടുക്കി, അതായത് ചെങ്കൽപ്പാറ പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന മുനിയറകൾ കാണപ്പെടുന്നത്. ഇടുക്കിയിൽ ധാരാളം കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ ഈ പറയുന്ന സ്ഥലങ്ങൾ, കണ്ടാണശ്ശേരി, ഈയാൽ, പോർക്കളം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട് മുനിയറകൾ. അതുപോലെ കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിനടുത്തുള്ള ചാത്തമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കാണപ്പെടുന്നു. ഇതൊക്കെ ഏകദേശം BC 2000 നിർമ്മിച്ചതായിട്ട് കരുതപ്പെടുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്ന മുനിയറകളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ബുദ്ധ ജൈന സന്യാസിമാർ അടക്കം ചെയ്തിരുന്നവയാണെന്നും പറയുന്നു ഈ മുനിയറകൾ. അവരുടെ വാസസ്ഥലങ്ങളായിരുന്നു. അവരവിടെ ഇരുന്ന് സമാധി അടയുന്നു. അങ്ങനെ പിന്നെ ഈ പറയുന്ന ഇപ്പം കൂടക്കല്ലായാലും നന്നങ്ങാടി ആയാലും അതിലൊക്കെ മൃതശരീരങ്ങളോടൊപ്പം ആയുധങ്ങളും അടക്കം ചെയ്തിരുന്നതായിട്ട് കരുതപ്പെടുന്നുണ്ട്. പിന്നെ അടുത്തത് നന്നങ്ങാടിയാണ്. നന്നങ്ങാടി എന്ന് പറഞ്ഞാൽ വലിയ ഭരണികളാണ്, മൺഭരണികളാണ്. ഇതിനെ ചാറ എന്നും പറയാറുണ്ട്. ചാറ. മുതുമക്കത്താഴികൾ എന്നും പറയും. മുതുമക്കൾ എന്ന് പറഞ്ഞാൽ പൂർവികർ എന്നാണ്. താഴി എന്ന് പറഞ്ഞാൽ ഭരണി. അപ്പോൾ മുതുമക്കത്താഴികൾ എന്ന് പറഞ്ഞാൽ ഈ പൂർവികരെ അടക്കം ചെയ്തിരുന്ന ഭരണികൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് കൂടുതൽ കാണപ്പെടുന്നത് ഈ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂർ മുതൽ പനങ്ങാട്, കൊടുങ്ങല്ലൂർ, അങ്ങനെ ആ പോർക്കളം, ഈയാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന നന്നങ്ങാടികൾ ധാരാളമായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാടിൽ ആദിച്ചനെല്ലൂർ. പിന്നെ ഈ പറയുന്ന നന്നങ്ങാടികളെക്കുറിച്ചും ഈ കൂടക്കല്ലുകളെക്കുറിച്ചൊക്കെ ഒരു പരാമർശമുള്ള പുരാതന സംഘകാല കൃതികളാണ് പുറനാനൂറ്, മണിമേഖല. അപ്പോൾ അതും കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. നമുക്കിനി വരുന്നത് അതിൻ്റെ അടുത്ത പേജിൽ കാലം കണക്കാക്കാം എന്ന ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 47 കേരള സംസ്ഥാനം നിലവിൽ വന്നത് 56 പറയുന്നുണ്ട്. പിന്നെ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് 1930 പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അടുത്തത് ഒരു ബോക്സിൽ അവർ അന്നോ ഡോമിനി എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. ലാറ്റിൻ വേർഡാണെന്ന് പറയുന്നുണ്ട് അന്നോ ഡോമിനി. ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നുള്ള അർത്ഥത്തിൽ, ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്ന അർത്ഥത്തിലാണ് അന്നോ ഡോമിനി എന്ന് ഉപയോഗിക്കുന്നത്, AD എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ AD BC ഒക്കെ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ കാലഗണന നടത്തുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളെ ലോകത്തിൽ ജനറലായിട്ട് ഇങ്ങനെ വർഷം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്, കാലഘട്ടം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് അന്നോ ഡോമിനിയാണ്. ക്രിസ്തു വർഷം, അല്ലെങ്കിൽ ക്രിസ്തു ജനിച്ച വർഷം, അതാണ് അന്നോ ഡോമിനി, ക്രിസ്തു വർഷം എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ AD എന്നും BC എന്നും തിരിച്ചിരിക്കുന്നു. ക്രിസ്തു ജനിച്ചതിന് ശേഷം AD, ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് BC, ബിഫോർ ക്രൈസ്റ്റ്. അതിനെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ADക്ക് പകരം CE എന്നും BCക്ക് പകരം BCE എന്നുമാണ്, ബിഫോർ കോമൺ എറ എന്നും. CE എന്നും BCE എന്നുമാണ് ഇപ്പോൾ നമ്മൾ ADക്കും BCക്കും പകരം ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത പേജിൽ കൊടുത്തിട്ടുള്ളത് നൂറ്റാണ്ട് എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഏത് നൂറ്റാണ്ടാണ്? ഇത് 21-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ അതായത് AD 2001 മുതൽ 2100 വരെ 21-ാം നൂറ്റാണ്ടാണ്. അത് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് മുൻപ് കൊടുത്തിരുന്ന ആ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് 1 മുതൽ 100 വരെ 1-ാം നൂറ്റാണ്ട്, 100 മുതൽ 200 വരെ 2-ാം നൂറ്റാണ്ട്, AC ആയാലും AD ആയാലും BC ആയാലും അങ്ങനെ തന്നെ, 1 മുതൽ 100 വരെ 1-ാം നൂറ്റാണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ടിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ, AD 2014 എന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ടാണ്. AD 1947 എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടാണ്. AD 1857 എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടാണ്. നോക്കിക്കേ, ആ 4 ഡിജിറ്റ്സിൻ്റെ ആദ്യത്തെ 2 ഡിജിറ്റ് എടുക്കുക, അതിനോട് 1 കൂട്ടുക. അപ്പോൾ 2014 20നോട് 1 കൂട്ടിയാൽ 21, 1947 19നോട് 1 കൂട്ടിയാൽ 20. ഇനി തിരിച്ച് താഴെ നോക്ക്,
ഈ BC ആണ് വരുന്നതെങ്കിൽ 261 BC. അപ്പോൾ ആദ്യത്തെ ഒരു നമ്പർ എടുക്കുമ്പോൾ 261 ആദ്യത്തെ നമ്പർ 2 ആണ്. അതിനോടൊന്ന് കൂട്ടിയാൽ 3. അപ്പോൾ BC 3-ാം നൂറ്റാണ്ടാണ്. അതുപോലെ തന്നെ 326 എന്ന് പറയുന്നത് BC 4-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതായത് എന്താണ് ചരിത്രം, മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തൽ. പിന്നെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന നമ്മളെങ്ങനെയാണ് ചരിത്രാതീത കാലത്തെക്കുറിച്ച് മനസ്സിലാക്കിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ലഭിച്ചിരുന്ന വസ്തുക്കളിൽ നിന്നാണ് നമ്മൾ ചരിത്രാതീത കാലത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും പിന്നെ AD BC എന്നുള്ള ഡിവിഷൻ അതിനെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കോമൺ എറ എന്നും ബിഫോർ കോമൺ എറ എന്നൊക്കെയാണ്. അത്രയുമാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ. പിന്നെ ഭീംബേട്ക ഗുഹകളെക്കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. ഭീംബേട്ക ഗുഹ മധ്യപ്രദേശിലാണ്. 2003-ലാണ് ഇതിനെ എന്തായിട്ട് നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് തിരഞ്ഞെടുത്തതെന്നൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ പാലക്കാട് കോട്ട 1766-ൽ ഹൈദരലിയാണ് ടിപ്പുവിൻ്റെ കോട്ടയെന്ന് അറിയപ്പെടുന്നതെങ്കിലും അത് ഹൈദരലിയാണ് പണിതതെന്നും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 5ാം ക്ലാസ്സിലത്തെ പാർട്ട് 1-ലെ ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ 5ാം ക്ലാസ്സിലത്തെ സോഷ്യൽ സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്റർ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്. ഇതിൽ നമുക്കൊരു പിക്ചർ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഒരുമിച്ച് കാട്ടിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ മനുഷ്യന് ആഹാരം തേടുന്നതിനും പിന്നെ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും ഒക്കെ അവർക്ക് എന്ത് വേണമായിരുന്നു? ആയുധങ്ങൾ വേണമായിരുന്നു, ഉപകരണങ്ങൾ വേണമായിരുന്നു. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വസ്തുവാണ് ശില അല്ലെങ്കിൽ കല്ല്. അപ്പോൾ ആദിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രധാന വസ്തുവായിരുന്നു ശില. അതുകൊണ്ട് ഇതിനെ ശിലായുഗം എന്ന് വിളിച്ചു. ഇനി അടുത്തത് പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന പരുക്കൻ കല്ലുകളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ നമുക്ക് ഒരു മൃഗത്തെ ആക്രമിച്ച് അതിനെ ഭക്ഷണമാക്കണം ആക്രമിക്കുന്നതിനും ഒക്കെ ഇര തേടുന്നതിനൊക്കെ ഉള്ള കൂർപ്പിച്ച രീതിയിലാണ് കല്ലുകൾ ശിലായുഗ ആയുധങ്ങൾ ഉണ്ടായിരുന്നിട്ടുള്ളത്. പിന്നെ കിഴങ്ങുകളൊക്കെ കുഴിച്ചെടുക്കുന്നതിന്, മൃഗങ്ങളെ വേട്ടയാടുന്നതിന് അതിനൊക്കെയാണ് ഇവർ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്നത്. ഈ കാലഘട്ടത്തെയാണ് പ്രാചീന ശിലായുഗം എന്ന് വിളിച്ചിരുന്നത്. പിന്നെ അക്കാലത്ത് അവർ താമസിച്ചിരുന്നത് എവിടെയായിരുന്നു എന്ന് പറയുന്നു? ഗുഹകളിലായിരുന്നു അക്കാലത്തെ മനുഷ്യരുടെ താമസമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കാട്ടിൽ നിന്ന് ലഭിക്കുന്ന കിഴങ്ങുകളും പഴങ്ങളും ഒക്കെയാണ് അവർ കഴിച്ചിരുന്നത്. അതോടൊപ്പം മൃഗങ്ങളെ വേട്ടയാടിയിട്ട് അതിൻ്റെ മാംസവും ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് മനുഷ്യരെ തീ ഉപയോഗിക്കാൻ തുടങ്ങിയതെന്നും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ തീ ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടം ഏതാണ്? പ്രാചീന ശിലായുഗത്തിലാണ് മനുഷ്യൻ തീ ഉപയോഗിച്ച് തുടങ്ങിയതിരുന്നത്. അതിനും അവർ കല്ലാണ് ഉപയോഗിച്ചിരുന്നത്. കല്ലുകൾ തമ്മിൽ ഉരസിയാണ് അവർ തീ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അതുപോലെ അടുത്തത് നവീന ശിലായുഗം, നിയോലിത്തിക് ഏജ് ആണ്. നവീന ശിലായുഗത്തിൽ ആദ്യം നമ്മൾ കണ്ട ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി മിനുസപ്പെടുത്തിയ, കുറച്ചുകൂടി മൂർച്ചയേറിയ, കൂർത്തു നിൽക്കുന്ന ആയുധങ്ങളാണ്. അപ്പോൾ കൂടുതൽ മൂർച്ചയുള്ളവയും മിനുസപ്പെടുത്തിയവയുമായിരുന്നു. ഇവയുപയോഗിച്ചിട്ട് ഈ കാലഘട്ടത്തെയാണ് നമ്മൾ നവീന ശിലായുഗം എന്ന് വിളിക്കുന്നത്. അതുമാത്രമല്ല, നവീന ശിലായുഗത്തിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ ഓരോ സ്ഥലങ്ങളിൽ നോക്കുക. ആദ്യത്തെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അവർ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ടെൻറ്റുകൾ പോലെ അല്ലെങ്കിൽ വാസസ്ഥലങ്ങൾ കെട്ടി താമസമാക്കാൻ തുടങ്ങി. പിന്നെ അവർ ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ മൺപാത്ര നിർമ്മാണം പോലുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടു. പിന്നെ അപ്പോൾ അത് കൃഷികൾ, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ ആരംഭിച്ചു. ഇതൊക്കെയാണ് ഈ പറയുന്ന നവീന ശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യർ മനുഷ്യൻ്റെ പ്രത്യേകതകൾ. അതായത് കൂടുതൽ മൂർച്ചയും മിനുസപ്പെടുത്തിയതുമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചു. പിന്നെ കൃഷി ചെയ്തു, വാസസ്ഥലങ്ങൾ ഉണ്ടാക്കുവാനും മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും തുടങ്ങി. അതൊക്കെയാണ് നവീന ശിലായുഗത്തിലെ പ്രത്യേകതകൾ, മനുഷ്യൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രാചീന ശിലായുഗത്തിൽ അവർ കാട്ടിലായിരുന്നു. ഇവിടെ അവർ വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി താമസിക്കാൻ തുടങ്ങി. പിന്നെ പ്രാചീന ശിലായുഗ മനുഷ്യൻ വേട്ടയാടി കഴിച്ചു. ഇവർ കൃഷി ചെയ്തും മൃഗങ്ങളെ ഇണക്കി വളർത്തുകയൊക്കെ ചെയ്തു. ഇനി അടുത്തത് വെങ്കല യുഗം അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ഇതെന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത് ചെമ്പാണ്. ചെമ്പിൻ്റെ മറ്റൊരു പേരാണ് താമ്രം. അപ്പോൾ പിൽക്കാലത്ത് ശിലായുധങ്ങളോടൊപ്പം ചെമ്പ് ഉപകരണങ്ങൾ മനുഷ്യർ ഉപയോഗിച്ച് തുടങ്ങി. കല്ലിനെ അപേക്ഷിച്ച് അതിന് എന്തായിരുന്നു പ്രത്യേകത? അത് കൂടുതൽ മൂർച്ച വരുത്താൻ പറ്റും, അതുപോലെ അതിൻ്റെ രൂപമാറ്റം വരുത്താവുന്നതുമായിരുന്നു. അപ്പോൾ കല്ലുകൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തെയാണ് താമ്രശിലായുഗം അല്ലെങ്കിൽ ചാർക്കോലിത്തിക് ഏജ് എന്ന് അറിയപ്പെടുന്നത്. അതിനുശേഷം അവർ എന്ത് ചെയ്തു? അപ്പോൾ ചെമ്പിന് ഫ്ലെക്സിബിലിറ്റി കുറച്ച് കൂടുതലാണ്, അപ്പോൾ ഉറപ്പ് കുറവാണ്.
അപ്പോൾ ഈയം എന്ന് പറയുന്ന സാധനം അവർ കണ്ടെത്തുകയും ഈയവും ചെമ്പും ഉരുക്കി ചേർത്ത് വെങ്കലമുണ്ടാക്കി, അല്ലെങ്കിൽ ഓടെന്ന് നമ്മൾ പറയും. വെങ്കലം എന്ന അതായത് ബ്രോൺസ് എന്ന ലോഹസങ്കരം ഉണ്ടാക്കുകയും ചെയ്തു. അത് അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തെ വെങ്കലയുഗം എന്ന് അറിയപ്പെട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു വെങ്കലയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ് ഉപയോഗിച്ച് ആദ്യം താമ്രശിലായുഗമായിരുന്നു. ചെമ്പ് ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കി. എന്നാൽ അതിനെ കൂടുതൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചെമ്പും ഈയവും ചേർന്നിട്ടുള്ള ബ്രോൺസ് കണ്ടുപിടിച്ചപ്പോൾ അവർ ബ്രോൺസ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിനെ വെങ്കലയുഗം എന്ന് അറിയപ്പെടും. അപ്പോൾ ആദ്യം പ്രാചീന ശിലായുഗം, പിന്നെ നവീന ശിലായുഗം, പിന്നെ താമ്രശിലായുഗം, പിന്നെ വെങ്കലയുഗം. അപ്പോൾ അതിൻ്റെ അസെൻഡിങ് ഓർഡർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതണം: പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം, ശിലായുഗം, അവസാനം വെങ്കലയുഗം. പിന്നെ വെങ്കല കാലഘട്ടത്തിൽ എന്തൊക്കെയാണ്? കൃഷി കൂടുതൽ മെച്ചപ്പെടുത്തിയവർ. അങ്ങനെ അവരുടെ കൂടുതലായിട്ട് നല്ല ആയുധങ്ങളും ഒക്കെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കാർഷിക ഉൽപ്പാദനത്തിൽ വർധനവുണ്ടായി. അങ്ങനെ അവർ ജലമൊക്കെ ഉപയോഗിച്ച് നദികളുടെ സൈഡിലൊക്കെ പോയിട്ട് സെറ്റിലായി. അങ്ങനെയൊക്കെ എന്താ പറയുക, അവർ വസ്തുക്കൾ കൂടുതൽ ഉൽപ്പാദനം കൂടിയപ്പോൾ വസ്തുക്കൾ കൂടുതലായപ്പോൾ അതിനെ സംഭരിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ കൂടുതലുള്ള വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. കാർഷിക ഉപകരണങ്ങൾ അവർ കൂടുതലായിട്ട് നിർമ്മിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഈ വെങ്കലയുഗം സംസ്കാരത്തിന് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അതോടൊപ്പം തന്നെ മറ്റു തൊഴിൽ മേഖലകൾ, ഇപ്പോൾ ഈ മൺപാത്ര നിർമ്മാണം, ആഭരണ നിർമ്മാണം, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്തിക്കൊണ്ടുള്ള അതൊക്കെ വികാസം പ്രാപിച്ചു. അപ്പോൾ അതാണ് ഈ പറയുന്ന വെങ്കല ശിലായുഗത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതായത് അക്കാലത്ത് വികാസം പ്രാപിച്ച തൊഴിൽ മേഖലകളെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്: ഇഷ്ടിക നിർമ്മാണം, തുണി നെയ്ത്ത്, അങ്ങനെയൊക്കെ. പിന്നെ ഒരു തൊഴിൽ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മറ്റ് തൊഴിൽ മേഖലകളിലുള്ളവർ ഉപയോഗിക്കുന്നു, അവരുടേത് തിരിച്ച് ഇവർ ഉപയോഗിക്കുന്നു. അങ്ങനെ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം നടക്കുന്നതിനും കാരണമായിട്ടുണ്ട്. അങ്ങനെ അവർ പരസ്പരം ആശ്രയിച്ച് അവരൊരു കൂട്ടമായിട്ട് താമസിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ കൂട്ടമായിട്ട് ആളുകൾ താമസിച്ചപ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ എഴുത്തുവിദ്യ രൂപപ്പെട്ടു. അങ്ങനെയൊക്കെ ഈ എന്താ പറയുക, നദികളുടെ തീരങ്ങളിലൊക്കെ ഈ സംസ്കാരം വളർന്ന് വ്യാപിച്ചു. അപ്പോൾ ഇതാണ് അതിനുശേഷമാണ് ഈ നദീതീരങ്ങളിലൊക്കെ ഇവർ കൂട്ടമായിട്ട് താമസിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് പിന്നീട് നമ്മൾ സിന്ധു നദീതട സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഇതായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദീതടങ്ങളിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് ഏത് നദീതീരത്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദീതടങ്ങൾ. രണ്ടു നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് ഈ പറയുന്ന യൂഫ്രട്ടീസ്, മെസപ്പൊട്ടോമിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്താണ്? രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്ന അർത്ഥം വരുന്ന വാക്കാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്നത്തെ ഇറാഖ് ആണ് ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന സ്ഥലം. ആ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ക്യൂണിഫോം ലിപി. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ക്യൂണിഫോം ലിപി. അപ്പോൾ പിന്നെ ഈ വീടുകൾ പോലെയുള്ള നിർമ്മിതികളാണ് സിഗുറാത്തുകൾ എന്ന് പറയും. അപ്പോൾ ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളായിട്ടുള്ള ചരിത്ര സ്മാരകങ്ങളാണ് സിഗുറാത്തുകൾ. ഈ ക്യൂണിഫോം ലിപി ആരംഭിച്ചത് സുമേറിയക്കാരാണ് കേട്ടോ. സുമേറിലാണ് ഇത് ആരംഭിച്ചത്. വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള ആപ്പിൻ്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണ് ഈ പറയുന്ന ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത്. കളിമൺ പ്രതലത്തിലാണ് ഇവ എഴുതിയിരുന്നത്. അപ്പോൾ ക്യൂണിഫോം ലിപിയെക്കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ, സുമേറിയയിലാണ് ഇത് ആരംഭിച്ചത്. വെഡ്ജ് ഷേപ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ ആപ്പിൻ്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണ്. ചിത്രങ്ങളിലൂടെയാണ് അവർ എഴുതിയിരുന്നത്. ഇത് കളിമൺ പ്രതലത്തിലാണ് എഴുതിയിരുന്നത്. സിഗുറാത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവാലയ സമുച്ചയങ്ങളാണ്. അതിൻ്റെ പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഇഷ്ടിക നിർമ്മാണം അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ പറയുന്ന സിഗുറാത്തുകൾ. 25ഓളം സിഗുറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഉർ എന്ന് പറയുന്ന നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. വേറെ ഒന്നും പഠിക്കാനില്ല. ഇതേപോലെ തന്നെ ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ നൈലിൻ്റെ ദാനം ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
ക്യൂണിഫോമിന് പകരം ഇവിടെ ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ് അവർ ഉപയോഗിച്ചിരുന്നത്, പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്നത്. അതായത് നേരത്തെ പറഞ്ഞത് ചിത്രലിപിയാണെങ്കിൽ ഇത് ചിഹ്നങ്ങളും അക്ഷരവും കൂട്ടിച്ചേർത്തിട്ട് എഴുതുന്ന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. അപ്പോൾ തടിയും പാപ്പിറസ് എന്ന് പറയുന്ന ട്രീയുടെ ആ ട്രീയിൽ നിന്നുണ്ടാക്കുന്ന പേപ്പറുകൾ, അതാണ് പാപ്പിറസ് എന്ന് പറയുന്നത്, അതാണ് എഴുതാൻ ഇവർ ഉപയോഗിച്ചിരുന്നത്. തടിയും പാപ്പിറസും ഉപയോഗിച്ചാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതിയിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് പിരമിഡുകളാണ്. അതായത് ഈജിപ്തിലെ ഭരണാധികാരികളെ നമ്മൾ ഫറവോ എന്നാണ് വിളിച്ചിരുന്നത്. അവരുടെ അവരുടെ ശവകുടീരങ്ങളെയാണ് ഈ പറയുന്ന പിരമിഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും വലുതെന്ന് പറയുന്നത് കുഫു രാജാവ് നിർമ്മിച്ച ഗിസ പിരമിഡാണ്. ഗിസയിലെ പിരമിഡാണ് ഈജിപ്തിലെ പിരമിഡുകളിൽ ഏറ്റവും വലുത്. ഗിസ പിരമിഡാണ്. ഇനി അടുത്തത് ചൈനീസ് സംസ്കാരത്തെക്കുറിച്ചാണ്. ഏത് നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്? അത് ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്. നേരത്തെ നമ്മൾ മൂന്ന് നദികൾ പറഞ്ഞു. ഒന്ന് യൂഫ്രട്ടീസ്, ടൈഗ്രിസ്, അത് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. നൈൽ നദി ഈജിപ്ഷ്യൻ സംസ്കാരം. ഇപ്പോൾ പറയുന്നത് എല്ലാ സംസ്കാരങ്ങളും നിലനിൽക്കുന്നത് ഏതെങ്കിലുമൊക്കെ നദീതടങ്ങളിലാണ്. കാരണം അന്നത്തെ ജീവിതം കൃഷിയെ ആശ്രയിച്ചായിരുന്നു. അപ്പോൾ ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്. വെങ്കല യുഗത്തിൽ രൂപപ്പെട്ട ചൈനീസ് ലിപിയാണ് മാറ്റങ്ങളോടെ ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത്. വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ അവർ വിദഗ്ധരായിരുന്നു. അപ്പോൾ ചൈനീസ് സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് വെങ്കല പ്രതിമകളൊക്കെ. അവർ ധാരാളം വെങ്കല ശില്പങ്ങൾ നിർമ്മിച്ചിരുന്നു. ആ കാലഘട്ടത്തിലുള്ള ലിപി തന്നെയാണ് ചില മാറ്റങ്ങളോടുകൂടി ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ്. എന്താണ് ഹാരപ്പൻ സംസ്കാരം? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സിന്ധു നദിയുടെ തീരത്തിലുള്ള ആ സാംസ്കാരിക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആ ജനങ്ങൾ ജീവിച്ചിരുന്ന പ്രദേശത്തെയാണ് നമ്മൾ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. അത് സിന്ധു നദിയുടെ തീരത്താണ്. അപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനുമായിട്ടാണ് ഈ പറയുന്ന ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അക്കാലഘട്ടങ്ങളിൽ ടൗൺ പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് നഗര ആസൂത്രണം, തെരുവുകളും അഴുക്കുചാലുകളും ധാന്യപ്പുരകളും കച്ചവട കേന്ദ്രങ്ങളും പിന്നെ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനില കെട്ടിടങ്ങളുമൊക്കെ ഇന്നത്തെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള നിർമ്മിതികളായിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് അന്ന് അവർ ടൗൺ പ്ലാനിങ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എഴുത്തുവിദ്യ അറിയാമായിരുന്നു. ഈ പ്രധാനപ്പെട്ട സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളാണ് മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോത്തൽ തുടങ്ങിയവ. ഇനി ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകളിൽ പ്രധാനപ്പെട്ടതാണ് മോഹൻജദാരോയിൽ നിലനിന്നിരുന്ന മഹാസ്നാനഘട്ടം, വലിയ നീന്തൽക്കുളം എന്ന് മഹാസ്നാനഘട്ടം. ഹാരപ്പൻ അതെവിടെയാണ്? മോഹൻജദാരോയിലാണ്, ഗ്രേറ്റ് ബാത്ത്. ഇനി ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് വേറെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ, അതായത് സിന്ധു നദീതട സംസ്കാരത്തെ തന്നെയാണ് നമ്മൾ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. അതിൽ സിന്ധുവിൻ്റെ പോഷക നദികളിലായ 5 സിന്ധുവിൻ്റെയും അതിൻ്റെ പോഷക നദികളുടെയും തീരത്തായിട്ട് നിലനിന്നിരുന്ന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1ൻ്റെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്. ഇനി 3ഉം 4ഉം നമുക്ക് ആവശ്യമില്ല ആ ചാപ്റ്റർ, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 5ഉം 6ഉം അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്